നിങ്ങൾ ജനിച്ചത് ഒരു സാധാരണ ദിവസത്തിലോ ക്രമരഹിതമായ ഒരു മാസത്തിലോ അല്ല. ഈ ലോകത്തിലേക്കുള്ള നിങ്ങളുടെ വരവ് വ്യക്തമായ ഉദ്ദേശത്തോടെയും കൃത്യമായ ലക്ഷ്യത്തോടെയും സ്വർഗത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ജനനമാസം ഉൾപ്പെടെ നിങ്ങളുടെ അസ്തിത്വത്തിന്റെ ഓരോ വശവും ഒരു ആത്മീയ മുദ്ര പതിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെക്കുറിച്ചും നിങ്ങളുടെ ദിവ്യ തിരഞ്ഞെടുപ്പിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചുമുള്ള ഉത്തരങ്ങൾ ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ജനനമാസം നിങ്ങൾ മനസ്സിലാക്കുന്നതിലും വളരെയേറെ വെളിപ്പെടുത്തുന്നു. ഇത് സമ്മാനങ്ങൾ, ദിശ, ഒരു ദൗത്യം എന്നിവ വെളിപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ വ്യക്തിത്വവുമായി മാത്രമല്ല, നിങ്ങളുടെ ആത്മീയ വിളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്വഭാവ വിശേഷങ്ങൾ ഇത് എടുത്തു കാണിക്കുന്നു. സ്വർഗം കാലത്തിലുടനീളം അടയാളങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ സൂചനകളിൽ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ കലണ്ടറിൽ കൃത്യമായി കാണപ്പെടുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ അർത്ഥത്തെക്കുറിച്ച് അറിയാതെ ജീവിക്കുന്നില്ല. ഓരോ സീസണും, ഓരോ വിശദാംശങ്ങളും, ഓരോ കാലഘട്ടവും ഒരു സന്ദേശം വഹിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് അവതാരമെടുത്ത മാസം പോലും ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ദൈവീകമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഉള്ളിൽ തോന്നുന്നത് യാദൃച്ഛികമല്ല. നിങ്ങളുടെ സംവേദനക്ഷമതയ്ക്കും ആഴത്തിനും ആന്തരിക ശക്തിക്കും പിന്നിൽ ഒരു കാരണമുണ്ട്. ഞാൻ നിങ്ങളെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുത്തുന്നതിനു മുമ്പ് ഞാൻ നിങ്ങളെ അറിഞ്ഞിരുന്നു എന്ന് ദൈവം യിരെമ്യാവിനോട് പറഞ്ഞപ്പോൾ അവൻ ഇതിനകം തന്നെ ഈ സത്യം വെളിപ്പെടുത്തുകയായിരുന്നു. എല്ലാം തുടക്കം മുതൽ തന്നെ തയ്യാറാക്കിയതാണ്. ഇത് നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നു. നിങ്ങളുടെ ജനനത്തിന് വളരെ മുമ്പ് തന്നെ നിങ്ങളുടെ കഥ ആരംഭിച്ചു. നിങ്ങളുടെ ആഗമന മാസം നിങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ഭാഷയുടെ ഭാഗമാണ്. ഓരോ മാസവും ഒരു പ്രത്യേക അഭിഷേകം, ഒരു സ്വർഗീയ ഊർജം, ഒരു പ്രവചന അടയാളം എന്നിവ വഹിക്കുന്നു. ഈ സമയത്ത് സ്വർഗം നിങ്ങളെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തുമ്പോൾ എല്ലാം കൂടുതൽ വ്യക്തമാകും. മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് നിങ്ങൾ അവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ഇനി നഷ്ടപ്പെട്ടതായി തോന്നുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിനകം തന്നെ ഉണ്ടെന്ന് നിങ്ങൾ ഒടുവിൽ മനസ്സിലാക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങളുടെ ജനനമാസം നിങ്ങളുടെ ദിവ്യ വിളിയെക്കുറിച്ച് എന്താണ് വെളിപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തും. നിങ്ങളുടെ ഹൃദയം തുറക്കുക, കാരണം ഇത് നിങ്ങളുടെ ആത്മാവ് വളരെ കാലമായി കാത്തിരുന്ന ഉത്തരമായിരിക്കാം. ഏതെങ്കിലും വെളിപ്പെടുത്തലുകൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ചാനൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയും ലൈക്ക് ചെയ്യുക. ഒരു ദൗത്യവുമായി ജനിച്ചവരുമായി ഈ സന്ദേശം ഉറപ്പായും പങ്കിടുമല്ലോ. ജനുവരി മാസത്തിൽ ദി ഇനീഷ്യേറ്റേഴ്സ് അഥവാ തുടക്കക്കാർ. ജനുവരി തുടക്കങ്ങളെ പ്രതീകപ്പെടുത്തുന്നു. പുതുക്കൽ പ്രഖ്യാപിക്കുകയും ജീവിതത്തിലേക്ക് പുതിയ ഊർജം ശ്വസിക്കുകയും ചെയ്യുന്ന മാസമാണ് ഇത്. ഈ സമയത്ത് ജനിച്ചവർക്ക് മറ്റാരും കാലെടുത്തു വയ്ക്കാൻ ധൈര്യപ്പെടാത്തിടത്ത് ആരംഭിക്കുവാനും മുന്നോട്ടു പോകാനുമുള്ള ദൗത്യമുണ്ട്. അവർ ദർശനാത്മകരാണ്. മറ്റുള്ളവരൊരു തടസ്സം കാണുന്നിടത്ത് അവർ ഒരു പാത മനസ്സിലാക്കുന്നു. ജനുവരിയിൽ ജനിച്ചവർ ഒരു ആന്തരിക ശക്തി വഹിക്കുന്നു. സാഹചര്യങ്ങൾ അനിശ്ചിതത്വത്തിലാണെങ്കിൽ പോലും അവർ വീണ്ടും ആരംഭിക്കുവാൻ ധൈര്യപ്പെടുന്നു. എല്ലാവരും ഒരു നേതാവിനായി കാത്തിരിക്കുമ്പോൾ അവർ നിശബ്ദതയിൽ പോലും എഴുന്നേൽക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നു. അവരുടെ ദിവ്യ ലക്ഷ്യം നേതൃത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉച്ചത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്ന തരത്തിലുള്ള ഒരു നേതൃത്വവുമായിട്ടല്ല, മറിച്ച് മാതൃകയിലൂടെ പ്രചോദനം നൽകുന്ന തരത്തിലുള്ള നേതൃത്വവുമായിട്ടാണ്. അവർ അവരുടെ സത്യം ജീവിച്ചുകൊണ്ട് നയിക്കുന്നു. അവരുടെ സാന്നിധ്യം ചുറ്റുമുള്ളവർക്ക് ആക്കം കൂട്ടുന്നു. ഇരുണ്ട പ്രദേശങ്ങളെ പ്രകാശിപ്പിക്കുകയും അവ ഇതുവരെ ദൃശ്യമല്ലാത്തപ്പോൾ പോലും പരിഹാരങ്ങൾ നിലവിലുണ്ടെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് അവരുടെ ദൗത്യം. ദൈവം ഉദ്ദേശത്തോടെയും ക്രമത്തോടെയും സൃഷ്ടി ആരംഭിച്ചതുപോലെ ജനുവരി തുടക്കങ്ങളുടെ അഭിഷേകം വഹിക്കുന്നു. എന്തുകൊണ്ടെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാതെ അവരുടെ ആത്മാക്കൾ ആരംഭിക്കുന്നു. അതുകൊണ്ടാണ് ചക്രങ്ങൾ തകർക്കുകയും പാരമ്പര്യങ്ങൾ തകർക്കുകയും മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ ആളാകുന്നതിൻ്റെ ഭാരം പലരും അനുഭവിക്കുന്നത്. ഈ ഭാരമുള്ളതായിരിക്കാം, പക്ഷേ അവർ ഈ ലക്ഷ്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാലും അനിശ്ചിതത്വത്തിൽ പോലും നയിക്കാൻ സ്വർഗം അവരെ സജ്ജരാക്കിയതിനാലുമാണ്. അടുത്തത് പീസ് മേക്കേഴ്സ്. ഫെബ്രുവരി മാസത്തിൽ. ഫെബ്രുവരി ചെറുതായിരിക്കാം, പക്ഷേ അത് ആത്മീയമായി ആഴമുള്ളതാണ്. ഈ മാസത്തിൽ ജനിക്കുന്ന ആത്മാക്കൾ അപൂർവമായ ഒരു സംവേദനക്ഷമതയുള്ളവരാണ്. അവർ സഹാനുഭൂതിയാൽ നയിക്കപ്പെടുകയും മറ്റുള്ളവരുടെ വേദനയാൽ ആഴത്തിൽ ബാധിക്കപ്പെടുകയും ചെയ്യുന്നു. സമാധാനത്തിനായുള്ള യഥാർത്ഥ ആഗ്രഹത്താൽ നയിക്കപ്പെടുന്ന അവർ പലപ്പോഴും മനസ്സിലാക്കുന്നതിന് മുമ്പ് അനുഭവിക്കുന്നു. അവരുടെ അനുകമ്പ അനായാസമായി സുഖപ്പെടുത്തുകയും വാക്കുകളില്ലാതെ പോലും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ബലഹീനതയല്ല, കുഴപ്പമില്ലാത്ത ഒരു ലോകത്ത് ഒരു ആത്മീയ ശക്തിയാണ്. ഫെബ്രുവരിയിൽ ജനിച്ചവർ സമാധാനത്തിൻ്റെ സങ്കേതങ്ങളാണ്. ശബ്ദമുള്ളിടത്ത് അവർ ശാന്തത കൊണ്ടുവരുന്നു. സംഘർഷമുള്ളിടത്ത് അവർ അനുരഞ്ജനം കൊണ്ടുവരുന്നു. ആളുകൾക്കിടയിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും ആത്മാക്കൾക്കുള്ളിലും പോലും ബന്ധങ്ങൾ നന്നാക്കാൻ അവരുടെ ഹൃദയങ്ങൾ പ്രേരിപ്പിക്കപ്പെടുന്നു. പ്രതിഷ്ഠയുടെയും വിശുദ്ധിയുടെയും പ്രതീകമായി ഫെബ്രുവരിയിൽ യേശുവിനെ ദൈവാലയത്തിൽ അവതരിപ്പിച്ചത് ഓർക്കുക. അതുപോലെ ഈ മാസത്തിൽ ജനിച്ചവർ ശുദ്ധമായ ഹൃദയങ്ങളോടും പ്രകാശാത്മാക്കളോടും തുറന്ന മനസ്സുകളോടും ഒന്നും പ്രതീക്ഷിക്കാതെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു.
അവരുടെ ദിവ്യവിളി ഒരു പാലമായിരിക്കണം. വേദനയ്ക്കും ആശ്വാസത്തിനും സംശയത്തിനും വിശ്വാസത്തിനും ഭയത്തിനും സമാധാനത്തിനും ഇടയിലുള്ള ഒരു പാലം. അവരുടെ ലളിതമായ സാന്നിധ്യത്തിലൂടെ അവരൊരു നോട്ടം കൊണ്ട് സുഖപ്പെടുത്തുകയും ആശ്വാസം നൽകുകയും ചെയ്യുന്നു. അവരുടെ ശുശ്രൂഷ നിശബ്ദമാണെങ്കിലും വളരെ ശക്തമാണ്. ലോകം കഷ്ടപ്പെടുന്നിടത്തേക്ക് ദൈവം അവരെ അയക്കുന്നു. ലോകത്തെ മുഴുവൻ മാറ്റാൻ അവരോട് ആവശ്യപ്പെടുന്നില്ല. അവർ പോകുന്നിടത്തെല്ലാം സമാധാനം രൂപപ്പെടുത്തുവാൻ മാത്രം. അവരുടെ വെളിച്ചം നിശബ്ദമാണ്, പക്ഷെ അത് സ്പർശിക്കുന്നതെല്ലാം രൂപാന്തരപ്പെടുത്തുന്നു. അടുത്തത് സ്ഥിരതയുള്ളവർ, ദ സ്റ്റെഡ്ഫാസ്റ്റ്. മെയ് മാസത്തിൽ ജനിച്ചവർക്ക് ചുറ്റുമുള്ളതെല്ലാം കുലുങ്ങുമ്പോഴും സ്ഥിരതയെ പ്രചോദിപ്പിക്കുന്ന ഒരു ആത്മാവുണ്ട്. അവരുടെ കാലുകൾ നിലത്ത് ഉറച്ചു നിൽക്കുകയും ഹൃദയങ്ങൾ സ്വർഗത്തിലേക്ക് തിരിയുകയും ചെയ്തുകൊണ്ട് അവർ വെല്ലുവിളികളെ ശക്തമായി നേരിടുന്നു. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും അവർ ഉറച്ച വിശ്വാസം വഹിക്കുന്നു. ദാവീദ് ഗോലിയാത്തിനെ ഒരു കല്ലും അചഞ്ചലമായ ബോധ്യവുമായി നേരിട്ടതുപോലെ മെയ് മാസത്തിൽ ജനിച്ചവർ ഭീമന്മാരുടെ മുന്നിൽ ധൈര്യത്തോടെ നടക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ ധൈര്യം ആർപ്പു വിളിക്കുന്നില്ല. അത് പ്രവൃത്തികളിലൂടെയും മനോഭാവത്തിലൂടെയും സാന്നിധ്യത്തിലൂടെയും പ്രകടമാണ്. അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അവർ ഒരു സ്ഥലത്തെ ശക്തിപ്പെടുത്തുന്നു. അവരുടെ ആത്മാവിൽ ഒരു സൗന്ദര്യമുണ്ട്, ബന്ധങ്ങളെ ശാന്തമാക്കുകയും സന്തുലിതമാക്കുകയും ചെയ്യുന്ന ഒരു സ്വാഭാവിക ഐക്യം. അവരുടെ വാക്കുകൾ ശാന്തമാണ്, അവരുടെ ഉപദേശം പ്രകാശിപ്പിക്കുന്നു. അവരുടെ ഹൃദയങ്ങൾ ഒരു അപൂർവ സമ്മാനം വഹിക്കുന്നു. അടിച്ചേൽപ്പിക്കാതെ ആശ്വസിപ്പിക്കുക, വേദനിപ്പിക്കാതെ തിരുത്തുക, ആധിപത്യം സ്ഥാപിക്കാതെ നയിക്കുക. ഇത് ഒരു ആത്മീയ ദാനമാണ്. കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ ഒരു അഭയസ്ഥാനമാകാനാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. ഉറച്ച വിശ്വാസം വഹിക്കുകയും ഭയം, സംശയം അല്ലെങ്കിൽ ബലഹീനത വാഴുന്നിടത്ത് വിശ്വാസം വിതയ്ക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ ദൗത്യം. അവരുടെ സാന്നിധ്യം വീഴുന്നവരെ പിന്തുണയ്ക്കുകയും ഉപേക്ഷിക്കാൻ തയ്യാറായവരിൽ പ്രതീക്ഷ പുതുക്കുകയും ചെയ്യുന്നു. ഉള്ളിൽ ബുദ്ധിമുട്ടുമ്പോഴും അവർ കൈനീട്ടുന്നു. ഇതാണ് അവരുടെ ഒപ്പ്. അവർ വിശ്വാസത്തിന്റെ യോദ്ധാക്കളാണ്. ലോകം അവരെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും ഉറച്ചു നിൽക്കുന്ന ആത്മാക്കളാണ് അവർ. വിശ്വാസത്തെ സജീവമായി നിലനിർത്തുകയും അത് കൈമാറുകയും ചെയ്യുക എന്നതാണ് അവരുടെ പങ്ക്. അവർ പ്രത്യാശയുടെ നിർമ്മാതാക്കളാണ്. അടുത്തത് ദ ബിൽഡേഴ്സ് അഥവാ നിർമ്മാതാക്കൾ. ജൂൺ മാസത്തിൽ. ജൂണിൽ ജനിച്ചവർക്ക് നിർമ്മാതാക്കളുടെ മനസ്സാണ്. അവർക്ക് ചിന്താശേഷിയും കഠിനാപരമായ ഹൃദയവുമുണ്ട്. അവർ പ്രേരണയാൽ പ്രവർത്തിക്കുന്നില്ല. വിശകലനം ചെയ്യാനും ആസൂത്രണം ചെയ്യാനും ഉറച്ച അടിത്തറകളിൽ പണിയാനും അവർ ഇഷ്ടപ്പെടുന്നു. ഇത് തണുപ്പല്ല, ജ്ഞാനമാണ്. ശാശ്വതമായ പദ്ധതികൾ, ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ, ശക്തമായ സ്വപ്നങ്ങൾ, കാലത്തിന്റെ പരീക്ഷണത്തെ ചെറുക്കുന്ന ദൗത്യങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിനാണ് അവരെ സൃഷ്ടിച്ചത്. പാറമേൽ തന്റെ വീട് പണിത മനുഷ്യനെക്കുറിച്ച് യേശു കർത്താവ് സംസാരിച്ചു. അതാണ് ജൂണിന്റെ ആത്മാവ്. രൂപഭാവങ്ങൾ അവരെ സ്വാധീനിക്കുന്നില്ല. അവർ ആഴവും സുരക്ഷിതത്വവും തേടുന്നു. മറ്റുള്ളവർക്ക് ആത്മവിശ്വാസത്തോടെ നടക്കാൻ കഴിയുന്ന തരത്തിൽ വിശ്വസനീയമായ പാതകൾ വെട്ടിത്തെളിക്കുക എന്നതാണ് അവരുടെ ദൗത്യം. അവർ അത് മികവോടെ ചെയ്യുന്നു. അവരുടെ സമ്മാനം അടിസ്ഥാനങ്ങളിലാണ്. മറ്റുള്ളവർ അവഗണിക്കുന്നത് അവർ മനസ്സിലാക്കുന്നു. ചിലർ അവസാന മെനുക്കുമണികളെ അഭിനന്ദിക്കുമ്പോൾ മൊത്തത്തിൽ പിന്തുണയ്ക്കുന്ന കാര്യങ്ങളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതുകൊണ്ടാണ് പലരും അവരുമായി സുരക്ഷിതത്വം അനുഭവിക്കുന്നത്. സത്യസന്ധത, സ്ഥിരത, ക്ഷമ എന്നിവയിലൂടെ അവർ വിശ്വാസത്തിന് പ്രചോദനം നൽകുന്നു. അവർ ഏറ്റവും വാചാലരായിരിക്കില്ല, പക്ഷെ അവരുടെ പ്രവൃത്തികൾ വളരെയധികം സംസാരിക്കുന്നു. ജീവിതം കെട്ടിപ്പടുക്കുക എന്ന ദൗത്യം ദൈവം അവരെ ഏൽപ്പിച്ചു. അവർ ആത്മീയ ശില്പികളെ പോലെയാണ്. മറ്റെല്ലാം ആടിയുലയുമ്പോഴും അവർ വിശ്വാസം നിലനിർത്തുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അവരുടെ സാന്നിധ്യം സ്ഥിരത കൊണ്ടുവരുന്നു. പലരും ഒരു ദിവസം വിശ്വസ്തയോടെ സൃഷ്ടിക്കുന്നതിൽ നടക്കുമെന്നതിനാൽ ശക്തമായൊരു അടിത്തറ ഒരുക്കുക എന്നതാണ് അവരുടെ ദൗത്യം. അടുത്തത് അന്വേഷകർ, ദ സീക്കേഴ്സ്. ജൂലൈ മാസത്തിൽ. ജൂലൈയിൽ ജനിച്ചവർ അർത്ഥം, സത്യം, ആഴം എന്നിവ തേടുന്നു. ഉപരിപ്ലവമായ ഉത്തരങ്ങൾക്കായി അവർ തൃപ്തിപ്പെടുന്നില്ല. അവരുടെ മനസ്സ് വെളിപ്പെടുത്തലിനായി ദാഹിക്കുന്നു. കാര്യങ്ങളുടെ സത്ത മനസ്സിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നു. സംശയം കൊണ്ടല്ല, മറിച്ച് വിവേചന ബുദ്ധിയോടെ ചോദ്യം ചെയ്യുക, പര്യവേക്ഷണം ചെയ്യുക, വിശകലനം ചെയ്യുക എന്നതാണ് അവരുടെ സ്വഭാവം. വിശ്വസിക്കാൻ, സ്പർശിക്കാൻ ആഗ്രഹിച്ച അപ്പോസ്തോലനായ തോമസിനെ പോലെ ജൂലൈയിൽ ജനിച്ചവർ സ്വീകരിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടതിന് ആവശ്യകത അനുഭവിക്കുന്നു. ദൈവം ഈ തിരയലിനെ ബഹുമാനിക്കുന്നു, കാരണം അത് അവരെ സത്യത്തിലേക്കാണ് അടുപ്പിക്കുന്നത്. അവർക്കൊരു വിലയേറിയ സമ്മാനമുണ്ട്. പരിവർത്തനാത്മകമായ ഉത്തരങ്ങളെ ഉണർത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു. മറ്റുള്ളവരെ ഉപരിതല ധാരണയ്ക്ക് അപ്പുറത്തേക്ക് നയിക്കുക എന്നതാണ് അവരുടെ ദൗത്യം. അവർ പ്രതിഫലനം, വികാരം, തിരയൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. അവരെ ശ്രദ്ധിക്കുന്നവർക്ക് ഭയമില്ലാതെ സ്വന്തം ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കുന്നു. അവർ വിധിക്കുന്നില്ല. എല്ലാ വളർച്ചയും ആരംഭിക്കുന്നത് എന്തുകൊണ്ട് എന്നതിൽ നിന്നാണ് എന്നറിയുന്നതിനാൽ അവർ സ്വാഗതം ചെയ്തു. അവരുടെ തീവ്രത എല്ലായ്പ്പോഴും മനസ്സിലാക്കപ്പെട്ടിട്ടില്ല, പക്ഷേ അത് അവരുടെ ആത്മാവിൻ്റെ ആഴം വെളിപ്പെടുത്തുന്നു. ഈ ആഴമാണ് അവരെ ഒരു വഴികാട്ടിയാക്കുന്നത്. ബലപ്രയോഗത്തിലൂടെയല്ല,
മറിച്ച് മാതൃകയിലൂടെ നഷ്ടപ്പെട്ടവരുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിൽ അവരുടെ പങ്ക് അത്യാവശ്യമാണ്. അവരുടെ ആധികാരികത സുഖപ്പെടുത്തുന്നു, അവരുടെ ചോദ്യങ്ങൾ സ്വതന്ത്രമാക്കുന്നു, അവരുടെ സംവേദനക്ഷമത മറ്റുള്ളവർ കാണാത്ത വഴികൾ തുറക്കുന്നു. അടുത്തത് വിശുദ്ധ അന്വേഷകരാണ്, ദ സീക്രട്ട് സീക്കേഴ്സ്. ഓഗസ്റ്റ് മാസത്തിൽ ഓഗസ്റ്റിൽ ജനിച്ചവർ സാധാരണമായതിൽ തൃപ്തരല്ല. അവരുടെ ആത്മാക്കൾ വിശുദ്ധമായ ഒന്നിനായി കുതിക്കുന്നു. ശാശ്വതമായത് അന്വേഷിക്കുന്നതിനാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. അവരുടെ കാലുകൾ നിലത്ത് കിടന്നാലും അവരുടെ ഹൃദയങ്ങൾ സ്വർഗത്തിലേക്ക് എത്തുന്നു. പർവ്വതത്തിൽ രൂപാന്തരപ്പെട്ട യേശുവിനെ പോലെ ദൈവികത ഉണ്ടെന്ന് കാണിക്കാനുള്ള ദൗത്യം അവർക്കുള്ളിൽ വഹിക്കുന്നു. ആത്മീയ യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ യഥാർത്ഥമാണെന്ന് അവരുടെ ജീവിതം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. കാണുന്നതിനെയും കാണാത്തതിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി അവർ പ്രവർത്തിക്കുന്നു. അവരുടെ നോട്ടം ആഴമേറിയതും തുളച്ചു കയറുന്നതുമാണ്. വെറും വാക്കുകൾക്കപ്പുറം അവർ മനസ്സിലാക്കുന്നു. വിവേചനാധികാരം അവരെ നിർവചിക്കുന്നു. മറ്റുള്ളവർ പ്രത്യക്ഷപ്പെടലുകൾ മാത്രം ശ്രദ്ധിക്കുമ്പോൾ താഴെയുള്ള യഥാർത്ഥ സത്ത അവർ ഗ്രഹിക്കുന്നു. വ്യതിചലനങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധ നഷ്ടപ്പെടുത്തുമ്പോൾ അവർ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ഇതൊരു സമ്മാനവും വിളിയുമാണ്. എല്ലാത്തിനും പിന്നിൽ അവർ അർത്ഥം തേടുന്നു. ഓട്ടോ പൈലറ്റിൽ ജീവിക്കുന്നത് അവർക്ക് അസഹനീയമാണ്. അവരുടെ സാന്നിധ്യം തന്നെ പ്രതിഫലനം, വളർച്ച, ദൈവത്തിനായുള്ള ദാഹം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നു. ചിലപ്പോൾ അവരുടെ അസ്തിത്വം ആഴത്തിലുള്ള പരിവർത്തനത്തിന് പ്രചോദനം നൽകുന്നു. സ്വർഗത്തിലേക്ക് കണ്ണുകളെ നയിക്കുന്ന ആളുകളെ ലോകത്തിന് ആവശ്യമാണ്. ഇതാണ് അവരുടെ പങ്ക്. ദൈവം സന്നിഹിതനാണെന്നും ആത്മാവ് ദാഹിക്കുന്നുവെന്നും പവിത്രമായതിനു മാത്രമേ അത് തൃപ്തിപ്പെടുത്താൻ കഴിയൂവെന്നും അവരുടെ ജീവിത രീതിയിലൂടെ കാണിക്കുക, കാഴ്ചപ്പാടുകൾ ഉയർത്തുക എന്നതാണ് അവരുടെ ദൗത്യം. അടുത്തത് ദ റിസ്റ്റോറേഴ്സ് അഥവാ പുനഃസ്ഥാപകർ. സെപ്റ്റംബർ മാസത്തിൽ സെപ്റ്റംബറിൽ ജനിച്ചവർ ക്രമത്തിൻ്റെ ഊർജം വഹിക്കുന്നു. ആത്മീയ, വൈകാരിക, ഭൗതിക മേഖലകളിൽ പോലും സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സ്വാഭാവിക കഴിവ് അവർക്കുണ്ട്. അവരുടെ കണ്ണുകൾ എല്ലാ വിശദാംശങ്ങളും പിടിക്കും. ആശയക്കുഴപ്പം വാഴുന്നിടത്ത് അവർ പരിഹാരങ്ങൾ കാണുന്നു. കുഴപ്പങ്ങൾ നിലനിൽക്കുന്നിടത്ത് അവർ ഘടന കൊണ്ടുവരുന്നു. പദ്ധതികളെയും സ്ഥലങ്ങളെയും ആത്മാക്കളെയും യോജിപ്പിക്കുന്നതിന് അവരുടെ വ്യക്തമായ മനസ്സും പ്രായോഗിക കാഴ്ചപ്പാടും ഉപയോഗിക്കുക. അവർ ക്രമക്കേടിനും ലക്ഷ്യത്തിനും ഇടയിലുള്ള ഒരു പാലമാണ്. അവരുടെ സാന്നിധ്യം ദിശാബോധം നൽകുന്നു. നിശബ്ദതയിലും അവർ ജ്ഞാനത്തോടെ നയിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ സ്ഥിരതയുള്ളതിനാൽ ആളുകൾ അവരെ വിശ്വസിക്കുന്നു. ആത്മീയതയെ പ്രായോഗികതയുമായി സംയോജിപ്പിക്കാനുള്ള അപൂർവ കഴിവ് അവർക്കുണ്ട്. അത് അവയെ അനിവാര്യമാക്കുന്നു. അസന്തുലിതാവസ്ഥ അവർക്ക് ആഴത്തിൽ അനുഭവപ്പെടുന്നു. അതിലും പ്രധാനമായി ദയയും ക്ഷമയും ഉപയോഗിച്ച് ഐക്യം പുനഃസ്ഥാപിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. സത്ത നഷ്ടപ്പെടാതെ ഘടനാപരമായി സംഘടിപ്പിക്കുക, വളർത്തുക, പഠിപ്പിക്കുക, ശ്രദ്ധിക്കുക എന്നിവയാണ് അവരുടെ വിളി. ദൈവരാജ്യത്തിന് ക്രമം ആവശ്യമാണ്. അവർ ഈ ദിവ്യ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. അവരുടെ പങ്ക് തന്ത്രപരമാണ്. അവരുടെ മനസ്സ് ദൈവിക കൈകളിലെ ഒരു ഉപകരണമാണ്. ക്രമം കൊണ്ടുവരുന്ന ആ ശബ്ദമാണ്, ക്രമീകരിക്കുന്ന ആ കൈയാണ്, സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്ന ആ ശ്വാസമാണ് അവർ. മഹത്തായ പ്രവൃത്തികൾ എല്ലായ്പ്പോഴും ക്രമത്തിൽ നിന്നാണ് ജനിക്കുന്നത് എന്നതിനാൽ നിലമൊരുക്കാനുള്ള ദൗത്യം ദൈവം അവരെ ഏൽപ്പിച്ചു. അവർ ആത്മാക്കളെ പുനഃസ്ഥാപിക്കുന്നവരാണ്. അടുത്തത് ട്രാൻസ്ഫോമേഴ്സ് അഥവാ രൂപാന്തരപ്പെടുത്തുന്നവർ. ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ പരിവർത്തനത്തിൻ്റെ ഒരു സീസണിനെ അടയാളപ്പെടുത്തുന്നു. ഇലകൾ വീഴുന്നു, വായു മാറുന്നു, പ്രകൃതി പുതുക്കലിനായി സ്വയം ഒരുങ്ങുന്നു. ഈ മാസത്തിൽ ജനിച്ചവരും ഒരേ ആന്തരിക താളം പുലർത്തുന്നു. പരിണമിക്കുന്നതിനും സ്വയം പുനർനിർമ്മിക്കുന്നതിനും ഭൂതകാലത്തെ ഉപേക്ഷിക്കാനും ദൈവം തങ്ങളിലൂടെ നേടാൻ ആഗ്രഹിക്കുന്നത് സ്വീകരിക്കാനും കഴിയുമെന്ന് മറ്റുള്ളവരെ കാണിക്കുന്നതിനുമാണ് അവരെ സൃഷ്ടിച്ചത്. പരിവർത്തനത്തിൻ്റെ ശക്തി അവർക്ക് സമ്മാനിച്ചിരിക്കുന്നു. അവർ എവിടെ പോയാലും പുതുക്കൽ പിന്തുടരുന്നു. ബലപ്രയോഗത്തിലൂടെയല്ല, മറിച്ച് അവരുടെ സാന്നിധ്യത്തിലൂടെയാണ്. അവരുടെ ഊർജം വളർച്ചയെയും പുനർജന്മത്തെയും വേർപിരിയലിനെയും പ്രോത്സാഹിപ്പിക്കുന്നു. പഴയ മാതൃകകളിൽ കുടുങ്ങിയവരെ സ്വതന്ത്രരാക്കാനും ദിവ്യമായ പുതുമയിൽ ജീവിക്കാനും അവർ പ്രചോദിപ്പിക്കുന്നു. അവരുടെ ദൗത്യം വൈകാരികവും ആത്മീയവുമായ മേഖലകളെ സ്പർശിക്കുന്നു. അദൃശ്യമായ ഭാരങ്ങൾ ഇറക്കിവിടാൻ അവർ ആളുകളെ സഹായിക്കുന്നു. ഓരോ വ്യക്തിയുടെയും അതുല്യമായ വേഗത അവർ മനസ്സിലാക്കുന്നു. ക്ഷമയോടെ അവരെ നയിക്കാനുള്ള ജ്ഞാനമുണ്ട്. അവരുടെ വാക്കുകൾ ആശ്വാസവും സുഖവും നൽകുന്നു. അവരുടെ നിശബ്ദത ആശ്വാസം നൽകുന്നു. അവർ നവീകരണത്തിൻ്റെ ഉപകരണങ്ങളാണ്. പ്രകൃതി കൃപയോടും ധൈര്യത്തോടും കൂടി പൊരുത്തപ്പെടുന്നത് പോലെ വേദനയിലൂടെ പോലും അവർ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. ഭൂതകാലം അവരെ പിന്നോട്ട് നിർത്താൻ ശ്രമിക്കുമ്പോൾ അവർ നടന്നുകൊണ്ടേയിരിക്കുകയും മറ്റുള്ളവരെ അത് ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ആത്മാവ് ഒക്ടോബർ കാറ്റിനോട് സാമ്യമുള്ളതാണ്. സൗമ്യമാണെങ്കിലും ശക്തമാണ്. പഴയ മാതൃകകൾ ആവർത്തിക്കാനല്ല നിങ്ങൾ വന്നത്, ചക്രങ്ങൾ തകർക്കാനും തുടർച്ചയായ പരിവർത്തനം ഉൾക്കൊള്ളാനുമാണ് നിങ്ങൾ വന്നത്. മാറ്റം ഒരു ദിവ്യ പ്രവൃത്തിയാണെന്നും നിങ്ങൾ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. നവംബറിൽ ജനിച്ചവർ അപൂർവമായ സംവേദനക്ഷമതയുള്ള ആത്മീയ അവബോധജന്യരാണ്. പറയപ്പെടാതെ കിടക്കുന്നത് അവർ ഗ്രഹിക്കുന്നു.
നിശബ്ദമായി കിടക്കുന്നത് അനുഭവിക്കുന്നു. മറഞ്ഞിരിക്കുന്നതിനെ അവർ അനുഭവിക്കുന്നു. അവരുടെ കണ്ണുകൾ എപ്പോഴും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നത് പോലെയാണ്. അവരുടെ ആത്മാക്കൾ ഉണർന്നിരിക്കുന്നു. അവരുടെ അവബോധം മൂർച്ചയുള്ളതാണ്. അവരുടെ മനസ്സുകൾ ശാന്തമായ ആഴത്താൽ നിറഞ്ഞിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വിവേചന അധികാരം നൽകിയിട്ടുണ്ട്. അത് വൈകാരിക സംവേദനക്ഷമതയേക്കാൾ കൂടുതലാണ്. അത് ആത്മീയ ദർശനമാണ്. മറഞ്ഞിരിക്കുന്ന നുണകളും പറയപ്പെടാത്ത സത്യവും നിങ്ങൾ കണ്ടെത്തുന്നു. ഈ സമ്മാനം നിങ്ങളെ ദൈവരാജ്യത്തിൽ വിലപ്പെട്ടവരാക്കുന്നു. മൂടൽമഞ്ഞിൽ ഒരു വഴികാട്ടിയാക്കുന്നു. നിഴലുകൾ വസിക്കുന്നയിടത്ത് നിങ്ങൾ വെളിച്ചം പ്രകാശിപ്പിക്കുന്നു. ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അകലെയായി കാണുന്നു, പക്ഷേ അത് നിരീക്ഷണം മാത്രമാണ്. നിങ്ങൾ ജാഗ്രതയോടെ സംസാരിക്കുന്നു, വിവേകത്തോടെ പ്രവർത്തിക്കുന്നു, ലക്ഷ്യബോധത്തോടെ നീങ്ങുന്നു. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും അദൃശ്യമായത് പ്രധാനമാണെന്ന് കാണിക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ദൗത്യം. ആത്മാവിൻ്റെ കണ്ണുകളാൽ കാണുന്ന ആളുകളെ ലോകത്തിന് ആവശ്യമാണ്. നീ ഒരു ജീവനുള്ള ദിശാസൂചകനാണ്. ദൈവവുമായി ഇണങ്ങിച്ചേരുന്ന തിരഞ്ഞെടുപ്പുകളിലേക്ക് നഷ്ടപ്പെട്ടവരെ നയിക്കുന്നത് നീയാണ്. നിശബ്ദവും എന്നാൽ നിർണായകവുമായ നിങ്ങളുടെ പങ്ക് ഉറങ്ങിക്കിടക്കുന്നതിനെ ഉണർത്തുകയും കാണേണ്ടതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. വെളിപ്പെടുത്താൻ മാത്രമല്ല, സംരക്ഷിക്കാനും നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സത്യങ്ങളെയും ആളുകളെയും പാതകളെയും സംരക്ഷിക്കുക. നിങ്ങളുടെ സംവേദനക്ഷമതയിൽ വിശ്വസിക്കുന്നത് തുടരുക. ദൈവം നിങ്ങളോട് പലപ്പോഴും സംസാരിക്കുന്നു. അവൻ വെളിപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവരെ മോചിപ്പിക്കാനും നയിക്കാനും സുഖപ്പെടുത്താനുമാണ്. അവസാനമായി, ഡിസംബർ അന്ധകാരത്തെ മറികടക്കുന്ന പ്രകാശത്തിന്റെ മാസമാണ്. യേശുവിന്റെ ജനനം നഷ്ടപ്പെട്ട ലോകത്തിലേക്ക് പ്രത്യാശ കൊണ്ടുവന്നു. ഈ മാസത്തിൽ ജനിച്ചവർ ഈ ഊർജം തന്നെയാണ് വഹിക്കുന്നത്. വെളിച്ചം, രോഗശാന്തി, സന്തോഷവാർത്ത. ദൈവത്തിന്റെ വാഗ്ദാനം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും അവൻ ഇപ്പോഴും തന്റെ വാക്ക് പാലിക്കുന്നുണ്ടെന്നും മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങളുടെ സാന്നിധ്യം മാത്രമാണ് ആശ്വാസം നൽകുന്നത്. നിങ്ങളുടെ ശബ്ദത്തിൽ സമാധാനവും നിങ്ങളുടെ നോട്ടത്തിൽ ആർദ്രതയും നിങ്ങളുടെ ആത്മാവിൽ ശാന്തമായ ശക്തിയുമുണ്ട്. നിങ്ങളുടെ ദൗത്യം ആളുകളെ ആശ്വസിപ്പിക്കുക, പുനഃസ്ഥാപിക്കുക, പ്രത്യാശ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് ഓർമ്മിപ്പിക്കുക എന്നതാണ്. ഇരുണ്ട നിമിഷങ്ങളിൽ പോലും നിങ്ങളുടെ സാന്നിധ്യം വിശ്വാസത്തെ പുനരുജ്ജീവിപ്പിക്കുന്നു. നിങ്ങൾ വഹിക്കുന്ന വാഗ്ദാനം വെറും വാക്കുകളല്ല, അതൊരു ജീവിത രീതിയാണ്. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്നു, പ്രത്യാശയോടെ നടക്കുന്നു. നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നവർ കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കുകയും കൂടുതൽ സ്വപ്നം കാണുകയും വിശ്വാസം വീണ്ടെടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അനായാസമായി പ്രചോദനം നൽകുന്നു. നിശബ്ദതയുടെയും കാത്തിരിപ്പിൻ്റെയും ഒരു സമയത്താണ് യേശു ജനിച്ചത്. എന്നാൽ അവൻ വന്നപ്പോൾ എല്ലാം മാറി. നിങ്ങൾക്കും ഇത് ബാധകമാണ്. പ്രവർത്തിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ നിങ്ങൾ നിരീക്ഷിച്ചേക്കാം. എന്നാൽ ഒരിക്കൽ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സാന്നിധ്യം രൂപാന്തരപ്പെടുന്നു. നിങ്ങൾ വെളിച്ചം വഹിക്കുക മാത്രമല്ല, മറ്റുള്ളവരിൽ അത് സജീവമാക്കുകയും ചെയ്തു. ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന ജീവനുള്ള ഓർമ്മപ്പെടുത്തലായിരിക്കുക എന്നതാണ് നിങ്ങളുടെ വിളി. നിങ്ങളുടെ ജീവിതം തന്നെ ഒരു ഉത്തരമാണ്. ആ വഴികാട്ടിയായി തുടരുക. മൂടൽമഞ്ഞുള്ള ദിവസങ്ങളിൽ പോലും നിങ്ങൾ പ്രകാശിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നിങ്ങൾ യാദൃശികമായി ജനിച്ചതല്ല. ഭൂമിയിൽ കണക്കാക്കുന്നതിന് വളരെ മുമ്പ് തന്നെ നിങ്ങളുടെ ജനന ദിവസം സ്വർഗത്തിൽ എഴുതിയിരുന്നു. നിങ്ങളുടെ ജനനമാസം വെറുമൊരു തീയതിയല്ല, അതൊരു പ്രവചന അടയാളമാണ്. മുകളിൽ നിന്നുള്ള ഒരു സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തിന് ശാശ്വതമായ ലക്ഷ്യമുണ്ടെന്നതിൻ്റെ സൗമ്യമായ ഓർമ്മപ്പെടുത്തലാണ്. ഓരോ മാസവും ഒരു പ്രത്യേക അഭിഷേകം, ഒരു അതുല്യമായ ആത്മീയ ഊർജം വഹിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ജനിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ എല്ലാം അർത്ഥവത്താകാൻ തുടങ്ങും. നിങ്ങളുടെ കൈവശമുള്ള സമ്മാനങ്ങൾ, നിങ്ങൾ പോരാടുന്ന യുദ്ധങ്ങൾ, നിങ്ങൾ ആകർഷിക്കുന്ന ആളുകൾ, ഇതെല്ലാം ദൈവം നിങ്ങൾക്കായി എഴുതിയ ദൗത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജനുവരി നിങ്ങളെ നയിക്കാൻ വിളിക്കുന്നു. ഫെബ്രുവരി നിങ്ങളെ സമാധാനത്തോടെ സുഖപ്പെടുത്താൻ പഠിപ്പിക്കുന്നു. മാർച്ച് നിങ്ങളെ കൊടുങ്കാറ്റുകളെ സഹിക്കാൻ ശക്തിപ്പെടുത്തുന്നു. മറ്റുള്ളവർ ഉപേക്ഷിക്കുന്നിടത്ത് ഏപ്രിൽ പുനർജന്മം കൊണ്ടുവരുന്നു. ഭയത്തിന്റെ മുഖത്ത് വിശ്വാസം വളർത്തുന്നു. ജൂൺ ആത്മവിശ്വാസത്തോടെ കെട്ടിപ്പടുക്കുന്നു. സത്യം വെളിപ്പെടുത്താനുള്ള ജൂലൈ ചോദ്യങ്ങൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഓഗസ്റ്റ് സ്വർഗം തേടുന്നു. ആശയക്കുഴപ്പം നിലനിൽക്കുന്നിടത്ത് സെപ്റ്റംബർ ക്രമം കൊണ്ടുവരുന്നു. ഒക്ടോബർ സൗമ്യതയും വ്യക്തതയും കൊണ്ട് രൂപാന്തരപ്പെടുന്നു. നവംബർ അദൃശ്യമായതിനെ കാണുന്നു. ഡിസംബർ ഒരു ജീവനുള്ള വാഗ്ദാനമായി തിളങ്ങുന്നു. എല്ലാം ഒഴിവാക്കാതെ ഒരു കാരണത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഓരോ മാസവും ഒരു ജനനത്തെ മാത്രമല്ല, ഒരു ആത്മീയ വിമോചനത്തെയും അടയാളപ്പെടുത്തുന്നു. നിങ്ങളുടെ മാസം നിങ്ങളെ പരിമിതപ്പെടുത്തുന്നില്ല, അത് നിങ്ങളെ വെളിപ്പെടുത്തുന്നു. സ്വർഗം നിങ്ങളുടെ ഉള്ളിൽ സവിശേഷമായ ഒന്ന് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഇത് കാണിക്കുന്നു. ഒരു സമ്മാനം, ഒരു വെളിച്ചം, ഒരു ദൗത്യം. നിങ്ങൾ ഇതുവരെ എല്ലാം വ്യക്തമായി കണ്ടിട്ടില്ലായിരിക്കാം, പക്ഷെ അത് ഇതിനകം നിങ്ങളുടെ ഉള്ളിലാണ്. സ്വർഗം നിങ്ങളെ വിഭവങ്ങളില്ലാതെ ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങളെ സജീവമാക്കാൻ ശരിയായ നിമിഷത്തിനായി അത് കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് ആരംഭിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഇതിനകം വഹിക്കുന്നു. നിങ്ങളുടെ ജനനത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാമല്ലോ. കൂടുതൽ അവബോധത്തോടെ നിങ്ങളുടെ ചുവടുകൾ ക്രമീകരിക്കാൻ കഴിയും. നിങ്ങൾക്ക് വ്യക്തമായ ദിശയിൽ പ്രാർത്ഥിക്കാനും കൂടുതൽ വ്യക്തതയോടെ സേവിക്കാനും ആഴത്തിലുള്ള വിശ്വാസത്തോടെ ജീവിക്കാനും കഴിയും. ലോകം ശ്രദ്ധാ ശൈഥില്യങ്ങളാൽ നിറഞ്ഞതാണ്, പക്ഷേ വിളിക്കപ്പെട്ടവർ
തിരഞ്ഞെടുക്കപ്പെട്ടവർ ശ്രദ്ധയോടെ ജീവിക്കുന്നു. ശ്രദ്ധിക്കപ്പെടാതെ പോകാനല്ല, മറിച്ച് മുകളിൽ നിന്നുള്ള എന്തെങ്കിലും നിറവേറ്റാനാണ് അവർ ഇവിടെ ഉള്ളതെന്ന് അവർക്കറിയാം. നിങ്ങളുടെ ജനന മാസം പോലും നിങ്ങളുടെ ദൗത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്. ഈ വെളിപ്പെടുത്തൽ നിങ്ങളെ അതിൽ ഉൾപ്പെടുത്താനല്ല, മറിച്ച് നിങ്ങളെ ഉണർത്താനും നിങ്ങൾ ആരാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുമാണ്. നിങ്ങളുടെ ഉത്ഭവം ദൈവത്തിലാണെന്നും അവൻ ദിവസങ്ങളോ ജീവിതങ്ങളോ പാഴാക്കുന്നില്ലെന്നും അറിയാൻ വേണ്ടിയാണ്. എല്ലാത്തിനും അർത്ഥമുണ്ട്. അവൻ നിങ്ങളെ ഭൂമിയിലേക്ക് അയക്കാൻ തിരഞ്ഞെടുത്ത ദിവസം പോലും അർത്ഥമുള്ളതാണ്. നിങ്ങളിപ്പോൾ എല്ലാം മനസ്സിലാക്കേണ്ടതില്ല, പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ ബോധത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങാം. പുതിയ കണ്ണുകളോടെ നിങ്ങളുടെ കഥ നോക്കുക, കൂടുതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, കൂടുതൽ ഹൃദയത്തോടെ സേവിക്കുക, കൂടുതൽ ഉദ്ദേശത്തോടെ വളരുക. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം, സ്വർഗം നിങ്ങളെ മറന്നിട്ടില്ല എന്ന്. ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയും തിരഞ്ഞെടുത്ത തീയതിയോടെയും അത് നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഈ സന്ദേശം നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജനനമാസം താഴെ കമന്റ് ചെയ്യുക. ദൈവം സ്നേഹത്തോടെയും വിശദാംശങ്ങളോടെയും ദൗത്യത്തോടെയും തന്റെ ജീവിതം എഴുതിയിട്ടുണ്ടെന്ന് ഓർമ്മിക്കേണ്ട ഒരാളുമായി ഇത് പങ്കിടുക. തീർച്ചയായും അവർ എന്തിനാണ് ജനിച്ചതെന്ന് അറിയാനുള്ള ആഹ്വാനത്തെ ഉണർത്തുകയും ശക്തിപ്പെടുത്തുകയും നയിക്കുകയും ചെയ്യുന്ന വാക്കുകൾ സ്വീകരിക്കുന്നത് തുടരുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്വർഗം ഇതിനകം നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി ഉത്തരം നൽകാനുള്ള നിങ്ങളുടെ ഊഴമാണ്.